റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവിടുത്തെ സർവീസുകളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് വെരിഫൈ ചെയ്ത ശേഷമാണ് ഇതിൽ റിവ്യൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു റിസോർട്ടും ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതേപോലെ തന്നെ ഫാമിലിയിലൊക്കെ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല റിസോർട്ടുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. മേപ്പാടി ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽ ടോപ്പ് ഏരിയയിലാണ് വരുന്നത്. നല്ലൊരു 360 വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും ഇവിടെ കിട്ടുക. ടോട്ടൽ 6 റൂമുകൾ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 24 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അതിൽ തന്നെ 4 സിംഗിൾ കോട്ടേജുകളും 2 നോർമൽ റൂം കോട്ടേജുകളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലാണ്. ഒരു ട്രാവലറൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. അത്രയും നല്ല സ്പേസ് ഉള്ളൊരു പാർക്കിംഗ് ഏരിയയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ റിസപ്ഷൻ. അപ്പോൾ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ID പ്രൂഫും ബാലൻസ് പേയ്മെൻറ്റൊക്കെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റൂമിലേക്ക് പോവാം. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഏകദേശം 24 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സിറ്റിംഗ് കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു ഓപ്പൺ ടൈപ്പ് റെസ്റ്റോറൻ്റാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ മറ്റ് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി ടൈപ്പ് പൂള് കൊടുത്തിട്ടുള്ളത്. പൂളിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് കൊടുത്തിട്ടുള്ളത്. പൂളിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല വലിപ്പമുള്ള പൂളാണ്. ഇവിടുത്തെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ മുന്നിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെമ്പ്ര പീക്കിൻ്റെ കംപ്ലീറ്റ് വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ബാത്തിങ് കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തുള്ള പൊടിയും വേർപ്പൊക്കെ ഇതിൽ മിക്സ് ആവും. മറ്റ് ഗസ്റ്റുകൾ വരുന്ന സമയത്ത് അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കളർ ഇളകുന്ന ഡ്രസ്സുകളൊക്കെ ഇടാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ക്ലോറിൻ ചെയ്ത വാട്ടർ ആയിരിക്കും. സ്കിൻ അലർജീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിവിടെ കാണാനുള്ളത് ഇവിടുത്തെ വാച്ച് ടവറാണ്. നല്ലൊരു 360 വ്യൂ നമുക്ക് അവിടുന്ന് ആസ്വദിക്കാം. ഇത്രയുമാണ് ഇവിടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ട്രെക്കിംഗ് കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. വാച്ച് ടവറിൻ്റെ നേരെ താഴെയാണ് 2 റൂമുകൾ വരുന്നത്. ഡിലക്സ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് കണ്ട ശേഷം അടുത്ത സിംഗിൾ കോട്ടേജിൻ്റെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. റൂമിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും മീഡിയം സൈസ് റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെഡ് നോക്കുവാണെങ്കിൽ നല്ലൊരു കിങ് സൈസ് ബെഡ് കൊടുത്തിരിക്കുന്നത് കാണാം. വളരെ നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് ഒക്കെ പ്രോപ്പറാണ്. ബെഡിൻ്റെ സൈഡിലായിട്ട് മിനി ടേബിളും ചാർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വേസ്റ്റ് ബിന്നും കൊടുത്തിരിക്കുന്നത് കാണാം. ബെഡിൻ്റെ നേരെ ഓപ്പോസൈഡിലായിട്ട് നിങ്ങൾക്ക് ടെലിവിഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റൂം AC റൂമാണ്. ACക്ക് പുറമെ ഫാനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു മിനി ഫ്രിഡ്ജും പിന്നെ ടീ സപ്ലൈസും കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇലക്ട്രിക് കെറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ബാത്റൂമിലേക്ക് വരുന്ന സൈഡിലാണ് നിങ്ങൾക്ക് ലഗേജും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ മിററും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാത്റൂം നോക്കുവാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ ആണെങ്കിലും അതേപോലെ തന്നെ വാഷ് ബേസ്, മിറർ, ടോയ്ലറ്ററീസ് ഒക്കെ അവരിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കും. ഒരു സൈഡിൽ ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരെ നോക്കുവാണെങ്കിലും നല്ലൊരു മൗണ്ടൻ വ്യൂസ് നിങ്ങൾക്ക് ഇവിടുന്ന് ആസ്വദിക്കാം. പിന്നെ കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ 2 ചെയറൊക്കെ ഇവിടെ ഇട്ട് ഈവനിങ് സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വൈബ് നിങ്ങൾക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. മുകളിൽ കണ്ടിരിക്കുന്ന റൂമിലെ അതേ അമ്യൂണിറ്റീസ് തന്നെയാണ് താഴെ വരുന്ന ഈ റൂമിലുള്ളത്. ബാൽക്കണി വ്യൂസ് ഒക്കെ സെയിം ആണ്. പിന്നെ ഈ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു രീതിയിലൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അവർ കൊണ്ടുവരുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ ആ ഒരു ഏരിയ കാണിച്ചു തരാം. കോട്ടേജിൻ്റെ താഴെയായിട്ട് നല്ലൊരു പച്ചപ്പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചൊരു ഏരിയ നിങ്ങൾക്ക് കാണാം.
ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ കൊണ്ടിടുവാണെങ്കിൽ ഈവനിങ് സമയത്തൊക്കെ നല്ലൊരു അടിപൊളി വൈബ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോട്ടേജിൻ്റെയും അതിന് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് വരുന്നത്. ഇനി നമുക്കിവിടെ കാണാൻ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സിംഗിൾ ടൈപ്പ് വരുന്ന കോട്ടേജുകളുണ്ട്. നമുക്കിനി നേരെ ആ വീഡിയോയിലേക്ക് പോകാം.